മേയർ സ്ഥാനത്തിൽ തർക്കം തുടരുന്ന കൊല്ലത്ത് മേയറെ കുറ്റപ്പെടുത്തി ഡെപ്യൂട്ടി മേയറുടെ വാട്സ്ആപ്പ് സന്ദേശം. തന്നെ അറിയിക്കാതെ കോർപ്പറേഷനിൽ മേയർ നടത്തിയ ചർച്ചയാണ് ഡെപ്യൂട്ടി മേയർ കൊല്ലം മധുവിനെ ചൊടിപ്പിച്ചത്. കോർപ്പറേഷൻ മാധ്യമ ഗ്രൂപ്പിലിട്ട ശബ്ദ സന്ദേശം ഗ്രൂപ്പ് അഡ്മിനായ മേയർ പ്രസന്ന ഏണസ്റ്റ് ഡിലീറ്റ് ചെയ്തു. ഡെപ്യൂട്ടി മേയറുടെ ശബ്ദ സന്ദേശം മീഡിയ വണ്ണിന് ലഭിച്ചു. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. ഇതൊക്കെ വേറെ ആരും അറിയണ്ടായോ? ഇതൊക്കെ അറിയാതെ നടത്തുന്നത് ശരിയായ കാര്യമല്ല. കോർപ്പറേഷൻ സെക്രട്ടറി ഇതിനകത്ത് പങ്കാളിയായത് ശ്രദ്ധിക്കണം. ഗൂഢമായ ആലോചനയായി തോന്നുന്നു. കൊല്ലം കോർപ്പറേഷനിലെ പരിപാടികൾ മാധ്യമപ്രവർത്തകരെ അറിയിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പിലാണ് മേയർക്കെതിരെ ഡെപ്യൂട്ടി മേയറുടെ ശബ്ദ സന്ദേശം. തന്നെ അറിയിക്കാതെ പരിപാടികൾ നടത്തുന്നു, ഇതിൽ പങ്കാളിയാകുന്ന കോർപ്പറേഷൻ സെക്രട്ടറി ശ്രദ്ധിക്കണം, തന്നെ ഒഴിവാക്കിയത് ഗൂഢമായ ആലോചനയായി തോന്നുന്നുവെന്നും ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു കഴിഞ്ഞ ദിവസം രാത്രി 9:43 ശബ്ദ സന്ദേശം മിനിറ്റുകൾക്കുള്ളിൽ മേയർ പ്രസന്ന ഏണസ്റ്റ് ഡിലീറ്റ് ചെയ്തു. പ്ലാസ്റ്റിക്കിൽ നിന്ന് ഇഷ്ടിക നിർമ്മിക്കുന്ന പദ്ധതിക്ക് മെൽബണിൽ പ്രവർത്തിക്കുന്ന പെലാജിക് കമ്പനി സിഇഒയുമായി നടത്തിയ ചർച്ചയാണ് വിമർശനത്തിന് കാരണമായത്. ഓഫീസിൽ ഇല്ലാതിരുന്നതിനാൽ ഡെപ്യൂട്ടി മേയറെ വിളിച്ചില്ല എന്നതാണ് മേയറുടെ വിശദീകരണം. ഞാൻ വന്ന് കയറിയപ്പോൾ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരാരെങ്കിലും റൂമിലുണ്ട്. പക്ഷേ ഡെപ്യൂട്ടി മേയർ നേരത്തെ മേയറടക്കം പങ്കെടുത്തുകൊണ്ട് ഒരു വലിയ പുതിയ സംരംഭം ആരംഭിക്കാൻ വേണ്ടി 300 പേര് വന്ന യോഗത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി ആ സ്ഥാനത്ത് ആദ്യം രാവിലെ മുതൽ വൈകുന്നേരം ഉച്ചവരെ ഇരിക്കുമായിരുന്നു. ഡെപ്യൂട്ടി മേയർ പങ്കെടുക്കാൻ സാധിച്ചില്ല. ഓരോ കൗൺസിലർമാരും അത്തരത്തിൽ ഓരോ മേഖലയിലായിരുന്നു. 4 വർഷം പൂർത്തിയായിട്ടും CPM മേയർ സ്ഥാനം ഒഴിയാത്തതിൽ CPI പ്രതിഷേധം ഉയർത്തുന്നതിനിടെയാണ് വാട്സപ്പ് ഗ്രൂപ്പിലെ ഏറ്റുമുട്ടൽ. ജനുവരി 31 തീരുമാനമുണ്ടായില്ലെങ്കിൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനം ഉൾപ്പെടെ രാജിവെക്കാനുള്ള തീരുമാനത്തിലാണ് CPI കൗൺസിലർമാർ. ലിജോ റോളൻസ്, മീഡിയ വൺ, കൊല്ലം.